ഹലോ, നമുക്കിന്ന് ജർമ്മനിയുടെ ഏറ്റവും ടോപ്പിലേക്ക് പോയാലോ? നമ്മളിപ്പോൾ പോകുന്നത് ഈ കാണുന്ന പർവ്വതനിരകളുടെ മുകളിലേക്കാണ്. ജർമ്മനിയുടെ ടോപ്പ് പീക്ക് ഓഫ് ജർമ്മനിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ ഈ പോകുന്നത് കേട്ടോ. ഹലോ, ജർമ്മനിയുടെ ഓസ്ട്രേലിയൻ ബോർഡർ ആയിട്ടുള്ള സുക്സ്പിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മനിയുടെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ടൈനിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നതാണ് സുക്സ്പിറ്റ്സ്. ജർമ്മനിയിലെ ബവേറിയയിലെ മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ മുൻഷിലുള്ള മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് ഒക്കെയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു യൂറോപ്യൻ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. 68 യൂറോ ആണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് നമുക്കിവിടെ സ്കാൻ ചെയ്ത് ഓൾറെഡി കയറാൻ പറ്റും. ടിക്കറ്റ് എടുത്ത് ഇതാ സ്കാൻ ചെയ്യാൻ നിൽക്കുന്നവരുടെ ക്യൂ ആണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി വെബ്സൈറ്റ് വഴി തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഓൺലൈനായിട്ട് തന്നെ. അല്ലാത്തവർക്ക് ഇവിടെ വന്നിട്ടും ടിക്കറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ കേബിൾ കാർ വരാനായിട്ട്. നമ്മളിപ്പോൾ കേബിൾ കാറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇവിടെ. ഒരുപാട് പേർക്ക് ഓരോ ട്രിപ്പിൽ തന്നെ ഇങ്ങനെ പോകാട്ടോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ സ്കാൻ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഏകദേശം 20ഓളം ആളുകൾക്ക് ഈ ഒരു കേബിൾ കാറിൽ അറ്റ് എ ടൈം കയറാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരമൊന്നും ഇവിടെ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല. ഒരു കേബിൾ കാർ പോയി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയറാനുള്ള കേബിൾ കാർ ഇതാ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തായാലും നമ്മൾ കയറുന്നുണ്ട് കേട്ടോ. കയറുന്ന ടൈമിൽ അപ്പോൾ എല്ലാവരും ഗ്ലാസിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. കാരണം കറക്റ്റ് വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങളപ്പോൾ ഇവിടെ എത്തിയത് കാറ് വഴിയാണ്. നമുക്ക് അല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്തിട്ട് വരാം. അപ്പോൾ താഴെ ഈ കാർ പാർക്കിംഗ് ഏരിയ കാണാം നമുക്ക്. ഞങ്ങളപ്പോൾ ഇവിടെ താഴെ ആണ് കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കേബിൾ കാർ വഴി നമുക്ക് കുറച്ച് ദൂരം മുകളിലേക്ക് ഇതേ പോകാനുണ്ട്. 10 മിനിറ്റിൻ്റെ അടുത്താണ് സമയമുള്ളത് കേട്ടോ ഈ ഒരു കേബിൾ കാർ വഴിയുള്ള ജേർണി. അപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് തിരിച്ചു വരുമ്പോൾ കയറിയെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലെയും രണ്ട് ഏരിയയിലെയും കാഴ്ചകളൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് മൊത്തം കാണാൻ പറ്റും. ഇപ്പോൾ ഗ്ലാസ് സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റ് വ്യൂ ആയിട്ട് എല്ലാ സൈഡിലെയും വ്യൂ ഒക്കെ നമുക്ക് കറക്റ്റ് കാണാം. അപ്പോൾ ഈ ഒരു ജേർണി നല്ല രസമാണ്. ഇവിടുത്തെ കറണ്ട് ഓപ്പണിംഗ് ടൈം, അതുപോലെ തന്നെ സമ്മർ ടൈമിലും വിന്റർ ടൈമിലും ടിക്കറ്റ് പ്രൈസ് ഇതെല്ലാം ഇവരുടെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സമ്മറിലും വിന്ററിലും ടിക്കറ്റ് പ്രൈസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കറണ്ട് പ്രൈസ് വരുന്നത് 75 യൂറോ ആണ്. ഗ്രൂപ്പ് ടിക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ പല ടിക്കറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡേയ്സിലുള്ള ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഇൻഫർമേഷൻസും ഇവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ലിങ്കും അതുപോലെ തന്നെ ഇവിടേക്ക് എത്തുന്നതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഇതെല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് 2962 മീറ്റർ ഉയരത്തിലുള്ള സൂക്ഷ്പിറ്റ്സ് ജർമ്മനിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിര മാത്രമല്ല, വെറ്റർസ്റ്റൺ പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൂടിയാണ്. സൂക്ഷ്പിറ്റ്സിന്റെ എക്സാക്ട് പൊസിഷൻ പറയാനെന്നുണ്ടെങ്കിൽ ബവേറിയയിലുള്ള ഗാർമിഷ് പാറ്റൻകിർഹന്റെ തെക്ക് പടിഞ്ഞാറായും അതുപോലെ തന്നെ ടീറോൾസിന്റെ വടക്ക് ഭാഗത്തുമായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു കേബിൾ കാർ പോകുന്ന റൂട്ട് കാണാം. കണ്ടോ, ഇങ്ങനെ കുത്തനെയായിട്ടാണ് ഇത് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു പാറയുടെ മുകളിലേക്ക്, ഒരു പർവ്വതനിരയുടെ മുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുകളിൽ ഒരു ചെറിയൊരു പൊട്ട് പോലെ നമുക്ക് കാണാം. ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കേബിൾ കാർ ഇറങ്ങുന്ന ഒരു ലൊക്കേഷൻ വരുന്നത്. പിന്നെ അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അവിടെ റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള ടോപ്പ് വ്യൂ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇനി നമ്മൾ ഇപ്പം മുകളിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ഈ മുകളിൽ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അതിശയമായിരിക്കും. നമ്മൾ ഇത്രയും ദൂരമാണോ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് ഇത്രയും ടോപ്പിൽ എത്തിയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മളിത് മുകളിൽ എത്താറായിട്ടുണ്ട്. മുകളിൽ എത്തുന്ന ഓരോ ടൈമിലും നമ്മൾ എപ്പോഴും താഴേക്കാണ് നോക്കുന്നത്. കാരണം അത്രയും രസമാണ് താഴേക്കുള്ള വ്യൂ. കേബിൾ കാർ അങ്ങനെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ കേബിൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ആ വ്യൂ ആണിത്. ആദ്യം നമ്മൾ കാണുന്ന വ്യൂ ഇതാണ്. ആളുകളൊക്കെ നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. കണ്ടു കഴിഞ്ഞവരൊക്കെ ഇതേ തിരിച്ച് കയറുന്നുണ്ട് കേബിൾ കാറിലേക്ക്. നമ്മൾ നേരെ ഈ ഒരു കോർണറിലേക്ക് പോവാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കാണേണ്ടത്. നമ്മളിപ്പോൾ സൈൽബാനൊക്കെ കയറിയിട്ട് ഏറ്റവും മുകളിൽ വന്നേക്കുവാണ്. അപ്പോൾ സുക്സ്പിറ്റ്സിന്റെ ഏറ്റവും ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കറണ്ട് എലിവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 2962.06 മീറ്റർ ഉയരത്തിൽ സീ ലെവലിന് മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ജർമ്മനിയിലെ ബവേറിയയുടെ ബോർഡറും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ടിറോൾ, ഈ രണ്ട് സ്ഥലത്തിന് ബോർഡറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്.
സമ്മർ ടൈമിൽ എല്ലാവർക്കും കൂടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ സൂക്ഷ്പിറ്റ്സ്. മുകളിൽ ഈ കാണുന്ന ഏരിയയിൽ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് പോയിട്ട് അവിടെ ഫുഡൊക്കെ കഴിക്കാം. നമ്മളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2964 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ സൂക്ഷ്പിറ്റ്സ് എന്ന ഒരു പ്രത്യേകത കൂടെയുണ്ട്. ഇത് ജർമ്മനി അതുപോലെ ഓസ്ട്രിയ എന്ന് പറഞ്ഞ 2 രാജ്യങ്ങളുടെ ഒരു ബോർഡർ കൂടെയാണ്. ടൂറിസ്റ്റ് വിസയിലൊക്കെ ജർമ്മനിയിൽ വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് സൂക്ഷ്പിറ്റ്സ്. അതുപോലെ തന്നെ ജർമ്മനിയിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് സൂക്ഷ്പിറ്റ്സ് എന്ന് പറയുന്ന സ്ഥലം. മ്യൂൺഷനിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് അട്രാക്ഷൻസ് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ബാക്കിയുള്ള മ്യൂൺഷനിലെ ബാക്കിയുള്ള അട്രാക്ഷൻസ് കൂടെ കാണാം. നമ്മൾ പോകാൻ പോകുന്നത് ഐപ്സിയിലാണ്. സൂക്ഷ്പിറ്റ്സിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഐപ്സി ഉള്ളത്. നമുക്ക് ഇതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഐപ്സിയുടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റും. ഇടവിട്ട് എപ്പോഴും ഇതുപോലെ മഞ്ഞ് മൂടിക്കിടന്ന് നമുക്ക് ചുറ്റും ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഐപ്സിയുടെ മുകളിലും ഇതുപോലെ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന നമുക്ക് കാണാം. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നീങ്ങിയിട്ട് പിന്നെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഐപ്സിയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മുകളിൽ നിന്നുള്ള ആ വ്യൂ നല്ല രസമാണ്. ഇനി ഇവിടെ മുകളിലുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ് ഇതുപോലെ നമ്മൾ സ്വന്തം റിസ്കിൽ ഇവിടെ വലിയൊരു പാർക്കറ്റ് പോലെ നമുക്ക് കാണാം. ഇതിലേക്ക് നമുക്ക് ഇവിടെ കയറൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് പിടിച്ച് കയറിയിട്ട് മുകളിലൊരു കുരിശുണ്ട്, അതുവരെ നമുക്ക് കയറാം. എന്നിട്ട് എല്ലാവരും ആ ടോപ്പ് വരെ പോകുന്നുണ്ട്, അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സേഫ്റ്റി ഷൂ ജാക്കറ്റൊക്കെ അതിന് സ്യൂട്ടബിൾ ആയിട്ടില്ല, കയറാൻ പറ്റുന്ന രീതിയിൽ ഇട്ടിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ കയറാം. കാരണം ഇവിടെ വേറെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് തരാനായിട്ടോ ഒന്നും വേറെ ആരുമില്ല. അപ്പോൾ വരുന്ന ആളുകളിൽ കുറച്ച് പേരൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് അതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ ലൈവ് ഫോട്ടോസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഏത് ഫോട്ടോ എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം, എന്നിട്ട് പൈസ കൊടുത്ത് നമുക്കത് വാങ്ങിക്കാം. പിന്നെ ഇവിടെ തന്നെ ചെറിയൊരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇതിൻ്റെ ഹിസ്റ്ററി പഴയ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. വിൻ്റർ ആക്ടിവിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് വേറെ കുറച്ച് ഡെസ്റ്റിനേഷനിൽ പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. വിൻ്റർ ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ല സമയം വിൻ്റർ ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അല്ലാതെ ഈ ടൈമിൽ വന്നാലും നമുക്ക് അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ടിക്കറ്റ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെയുള്ള ഏരിയ മൊത്തമായിട്ട് ഇങ്ങനെ കവർ ചെയ്യാതെ ഇതുപോലെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് കാണാം താഴേക്ക് എത്ര താഴ്ച ഉണ്ട്, എത്ര ഡെപ്ത് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു വ്യൂ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നടക്കാം. ഇവിടെ മുകളിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മുകളിലത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പൊമ്മസും കറി റോസ്റ്റും എല്ലാം വാങ്ങിച്ച് ഇവിടെ തന്നെ ഇരുന്ന് ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് കഴിച്ചു. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് മഞ്ഞ് വന്നിട്ട് ഇങ്ങനെ നമ്മുടെ വ്യൂ ഒക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മഞ്ഞ് മാറുന്നുണ്ട്. മുകളിലെ കാഴ്ചകളെല്ലാം കവർ ചെയ്ത് മുകളിലെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു, ഫുഡെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള കേബിൾ കാർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മുകളിലേക്ക് വരുന്ന ആളുകളെ കൊണ്ട് ഇത് പുതിയൊരു കേബിൾ കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കയറിയിട്ട് താഴേക്ക് പോകാൻ നിൽക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ അപ്പോൾ ഞങ്ങൾ താഴത്തേക്കുള്ള വ്യൂ കാണുന്ന രീതിയിലുള്ള ഗ്ലാസിൻ്റെ സൈഡിലാണ് നിന്നത്. അപ്പോൾ നമുക്ക് താഴേക്ക് പോകുന്ന ആ വ്യൂ കറക്റ്റായിട്ട് കാണാമല്ലോ എന്ന് കരുതി തിരിച്ച് മുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കോടമഞ്ഞ് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് കാഴ്ചകളെല്ലാം മറച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞ് ഇങ്ങനെ വന്നു പോകുന്നതും കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഐപ്സി നല്ല ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ താഴേക്ക് പോയിട്ട് ഐപ്സിയിൽ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് പറ്റുവാണെങ്കിൽ അതിന് പോകണം. പക്ഷെ അത് നടക്കില്ലെന്ന് അറിയില്ല, അതിന് ടൈമിംഗ് ഉണ്ട്. നമ്മൾ ടിക്കറ്റ് അതിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സൂക്ഷ്പിറ്റ്സിൻ്റെ ടിക്കറ്റ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇവിടേക്ക് കാറിലാണ് വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. താഴെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാർക്കിംഗ് ടിക്കറ്റും ഉണ്ട്, അത് നമുക്ക് താഴെ നിന്ന് തന്നെ എടുക്കാം. ഇനി നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഗാമിഷ് പാറ്റൻ ക്രിഹൻ എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. അപ്പോൾ അവിടെയാണ് വന്ന് ഇറങ്ങേണ്ടത്. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് നമുക്കൊരു ട്രെയിൻ സർവീസ് ഉണ്ട്, ബയറിഷെ സൂക്ഷ്പിറ്റ്സ് ബാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സൂക്ഷ്പിറ്റ്സയിൽ എത്താവുന്നതാണ്. ടോപ്പ് ഓഫ് ജർമ്മനി എന്നത് മാത്രമല്ല സൂക്ഷ്പിറ്റ്സയുടെ പ്രത്യേകത. ഇതിന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ജർമ്മനിയുടെ ഈ ഒരു ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് നമുക്ക്
ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി ഈ രാജ്യങ്ങളുടെ എല്ലാം ഒരു പനോരമിക് വ്യൂ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഗ്ലേസിയർ സ്കൈ ഏരിയ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. 3000 മീറ്റർ എബോവ് സീ ലെവലുള്ള ജർമ്മനിയിലെ ഏറ്റവും ഹയസ്റ്റ് ചർച്ച്, അത് ഈ ഒരു ഗ്ലേസിയറിന്റെ അടുത്താണ്. വെൻഡൽസ്റ്റൈൻ ചർച്ച് എന്നാണ് ഇതിന്റെ പേര്. ഇവിടുത്തെ പോപ്പുലർ ആയുള്ള മറ്റൊരു അട്രാക്ഷൻ ഐപ്സി. ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു ലേക്കാണ് ഐപ്സി. ഇത് കൂടാതെ ഇവിടെ മറ്റൊന്നുള്ളതാണ് ഈ ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന കേബിൾ കാർ സർവീസ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതേ ടോപ്പിൽ നിന്ന് താഴെ എത്തി. സുക്ഷ്പിറ്റ്സയുടെ ടോപ്പ് വരെ പോയി 2962 മീറ്റർ ഉയരത്തിൽ പോയി നമ്മൾ താഴെ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ സവർണി ഷോപ്പ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഷോപ്പാണ്. സുക്ഷ്പിറ്റ്സയുടെയും അതുപോലെ തന്നെ കേബിൾ കാറിന്റെ എല്ലാം കംപ്ലീറ്റ് ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ നേരെ പുറത്തേക്ക് പോവാണ്. എവിടെയാണ് ബോട്ടിങ്ങിന്റെ ഏരിയ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്തായിട്ട് ഞങ്ങളിത് ഐപ്സിയിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് ഒക്കെ നടത്താം. ഗ്രൂപ്പായിട്ടുള്ള ബോട്ടിംഗ് ചെയ്യാം. അതേപോലെ തന്നെ 2 പേരും 4 പേരൊക്കെ ഉള്ള ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് പ്രൈസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഐപ്സിയിൽ പോകുമ്പോൾ കറക്റ്റ് 3 മണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്ലോസിംഗ് ടൈം 3 മണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ട്രിപ്പ് ഭയങ്കര രസമുള്ള ട്രിപ്പായിരുന്നു. അല്ലാതെ തന്നെ ഇവിടെ കുറേ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. നേരത്തെ ടിക്കറ്റ് ഒക്കെ എടുത്ത് വരുവാണ്, പ്ലാൻ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ട്രിപ്പായിരിക്കും. ഞങ്ങളപ്പോൾ അടുത്തുള്ള പാറ്റ്ന എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. എന്തായാലും സുക്ഷ്പിറ്റ്സ് അടിപൊളിയാണ്. നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യാം. മെയ് മുതൽ എപ്പോൾ വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.